വാപ്പാ ബാപ്പേ പാടാ. നമുക്കറിയാം, കഴിഞ്ഞ 3 സീസണുകളിൽ തുടർച്ചയായി ഇവാൻ വുക്കോമനോവിച്ചിന് കീഴിൽ തുടർച്ചയായ 3 ISL പ്ലേ ഓഫ് യോഗ്യത നേടിയ പ്ലേ ഓഫ് കളിച്ച ടീമാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. ഇവിടെ തങ്ങാൻ വന്നൊന്നുമല്ല, പോവാ ഞാൻ. പോവേ വന്ന് പെട്ടുപോയതാ ഇവിടെ. അപ്പൊ 2 മത്സരം കൂടി, അതായത് അഗേൻസ്റ്റ് ചെന്നൈ, അഗേൻസ്റ്റ് ഗോവ, ആ 2 മത്സരങ്ങൾ കൂടിയാണ് കോച്ചിന് നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് കിട്ടുന്ന അറിവ്. ഏകദേശം ഒരു കണക്കിൽ പറഞ്ഞാൽ, ഒരു തരത്തിൽ പറഞ്ഞാൽ, ഒരു അന്ത്യശാസനം മിക്കായൽ സ്റ്റാറേക്ക് ലഭിച്ചു കഴിഞ്ഞു. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അല്ല, എന്താ ഇത്ര ഗൗരവത്തില്? പിന്നെ മരിച്ച വീട്ടിലിപ്പോ ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കണോ? ഇനിയും ഒരു 2 മത്സരങ്ങൾ കൂടി നോക്കും എന്നുള്ള കൃത്യമായ ഒരു മെസ്സേജ് ആണ് കോച്ച് മിക്കായൽ സ്റ്റാറേക്ക് ലഭിച്ചിരിക്കുന്നത്. എന്താ കാര്യം? ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വന്നിരിക്കുന്ന കടലാസ ഓർഡറാ? ഓടിക്കോ. ഓർഡറാ. നിന്റെ കൂടെ കൂടിയതിന് ശേഷമുള്ള പ്രശ്നങ്ങളെ എനിക്ക് എന്റെ ജീവിതത്തിൽ ഉള്ളൂ. അല്ലാതെ ഞാൻ നേരത്തെ രക്ഷപ്പെട്ടവന്. എന്നാ നീ പോടാ, എന്റെ അടുത്ത് പോയി നീ രക്ഷപ്പെട്. എന്തായാലും നീ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് നല്ല കാര്യമായി പോയി. ഓ, എന്നാണേലും എല്ലാവരും പറഞ്ഞ പരാതി അങ്ങ് മാറ്റേ. നാട്ടിലോട്ട് പറഞ്ഞു വിടുവല്ലേ? എന്നാ പിന്നെ നാട്ടിൽ പോയിക്കൂടെ? അവിടെ ഉണ്ടായിരുന്ന എല്ലാം വിറ്റുപിറക്കി വാപ്പയെ ഉപ്പാപ്പയെല്ലാം ഇങ്ങോട്ട് കെട്ടിയെടുത്തു. ടീമിന് നിലവിൽ നേരിടുന്നത് വലിയ തിരിച്ചടികളാണ്. അതുകൊണ്ട് തന്നെ ഈ തിരിച്ചടികൾക്ക് ഒരു അന്ത്യം കണ്ടേ തീരൂ, ഒരു പരിസമാപ്തി കുറിച്ചേ തീരൂ. അതും എത്രയും വേഗം ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടില്ലെങ്കിൽ ആകെ കുഴപ്പമാകും. അതോർത്ത് വിഷമിക്കൊന്നും വേണ്ട. ഞാൻ അത്രയ്ക്ക് ദുഷ്ടനൊന്നുമല്ല. കാശ് കിട്ടുന്ന മറ്റൊരു പെണ്ണിനെ ഞാൻ എന്റെ ചെക്കന് വേണ്ടി നോക്കിക്കൊള്ളാം. വരട്ടെ. ഹലോ, വെറുതെ പറഞ്ഞതല്ല. ഇത് കുഴഞ്ഞു പറഞ്ഞ കേസാണ്. ഇതെങ്ങനെ ഒരുമിക്കും? പറഞ്ഞു, കോച്ചിനെ സംബന്ധിച്ചിടത്തോളം കോച്ചിന്റെ കസേര ഇളകി തുടങ്ങിയിരിക്കുന്നു എന്ന് തന്നെ വിലയിരുത്താം. ആരും വില തരില്ല. ഈ ചാരുകസേര പോലും എന്നോട് എന്റെ മേത്തുനിന്ന് ഇറങ്ങിപ്പോടാ പുല്ലേ എന്ന് പറയും പോലെ. നിലവിലുള്ള പ്രതിസന്ധികളെ മറികടന്ന് തിരിച്ചു വരുന്ന സമയത്ത് ബാക്ക് വിത്ത് എ ബാക്ക് എന്ന് പറഞ്ഞ് നേരത്തെ ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കും ചുട്ട മറുപടി പോലെ ഉത്തരങ്ങളുമായി കേരള ബ്ലാസ്റ്റേഴ്സ് പുനരവതരിക്കും. എനിക്ക് തിരിച്ചു വരണം. തൂക്കില്ല ഭാഗ്യം. ഉമ്മറിനെ തൂക്കണം. ഉമ്മറിനെ തൂക്കുമോ? റസാക്കിനെ കെട്ടി തൂക്കണം. റസാക്കിനെ എന്ന് തൂക്കും? ഇതൊക്കെ കുറെ കണ്ടതാ. അമർനാഥിനെ തൂക്കാൻ SI സാറിന് ധൈര്യമുണ്ടോ? അടുത്ത മത്സരം ഹോം മാച്ച് ആണെങ്കിൽ കൂടി കരുത്തരായ പോയിന്റ് പട്ടികയിൽ നിലവിൽ ബ്ലാസ്റ്റേഴ്സിനേക്കാൾ മുന്നിൽ നിൽക്കുന്ന ചെന്നൈയിൻ FC യുമായിട്ടാണ് അടുത്ത മത്സരം. അവർക്ക് വേണ്ടി ശബ്ദം ഉയർത്താൻ ഞാനുണ്ടാവും, പക്ഷേ കൈ ഉയർത്താൻ സാർ വേണം. ക്യാമ്പസിനകത്ത് ഞാൻ ഡീസന്റാ എന്ന് വെച്ച് പുറത്തങ്ങനെയല്ല. തറയെന്ന് വെച്ചാ പൂലോക തറയാ. ഈ ഉപ്പുമാങ്ങാ പറഞ്ഞ പോലത്തെ മോന്നുണ്ടല്ലോ, നിലത്ത് പിടിച്ച് ഉറച്ചു കളയും. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ